ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവവചനം 1 സാമുവേലിൻ്റെ പുസ്തകത്തിനുള്ള വായന 29-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഫിലിസ്ത്യർ ദാവീദിനെ ഉപേക്ഷിക്കുന്നു. ഫിലിസ്ത്യ സേന അഫേക്കിൽ ഒരുമിച്ച് കൂടി. ഇസ്രായേലർ ജസ്രയേലിലുള്ള നീർച്ചാലിനടുത്ത് പാളയമടിച്ചു. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ 100 1000 മുമ്പോട്ട് നീങ്ങി. ദാവീദും അനുയായികളും അക്കീഷിനോടൊത്ത് പിൻനിരയിലായിരുന്നു. അപ്പോൾ ഫിലിസ്ത്യ സേനാധിപന്മാർ ചോദിച്ചു, ഈ ഹെബ്രായർ എന്താണ് ഇവിടെ ചെയ്യുന്നത്? അക്കീഷ് അവരോട് പറഞ്ഞു, ഇത് ദാവീദല്ലേ, ഇസ്രായേൽ രാജാവായ സാവൂളിൻ്റെ ഭൃത്യൻ. ദിവസങ്ങളല്ല വർഷങ്ങളായി അവൻ എന്നോട് കൂടിയായിട്ട്. എന്നെ അഭയം പ്രാപിച്ച നാൾ മുതൽ ഇന്നുവരെ അവനിൽ ഒരു കുറ്റവും ഞാൻ കണ്ടില്ല. ഫിലിസ്ത്യ സേനാധിപന്മാർ അവനോട് കോപത്തോട് പറഞ്ഞു, അവനെ തിരിച്ചയക്കുക, അവന് കൊടുത്ത സ്ഥലത്തേക്ക് അവൻ പോകട്ടെ. യുദ്ധരംഗത്ത് വച്ച് നമ്മുടെ ശത്രുവാകാതിരിക്കേണ്ടതിന് നമ്മോടൊത്ത് വരേണ്ട. നമ്മുടെ ആളുകളുടെ തല കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ് അവൻ തൻ്റെ യജമാനനെ പ്രസാദിപ്പിക്കുക? ഇവനെ പറ്റിയല്ലേ അവർ ആടിപ്പാടുന്നത്? സാവൂൾ 1000 കൊന്നു, ദാവീദ് 10,000. അക്കീഷ് ദാവീദിനെ വിളിച്ചു പറഞ്ഞു, തീർച്ചയായും നീ സത്യസന്ധനാണ്. പാളയത്തിൽ എന്നോട് കൂടിയുള്ള നിൻ്റെ പെരുമാറ്റം എനിക്ക് തൃപ്തികരമായിരുന്നു. നീ എൻ്റെ അടുക്കൽ വന്ന നാൾ മുതൽ ഇന്നുവരെയും ഞാൻ നിന്നിൽ ഒരു കുറ്റവും കണ്ടില്ല. എന്നാൽ പ്രഭുക്കന്മാർക്ക് നീ സ്വീകാര്യനല്ല. ആകയാൽ നീ ഇപ്പോൾ മടങ്ങിപ്പോവുക. ഫിലിസ്ത്യ പ്രഭുക്കന്മാർക്ക് അനിഷ്ടമുണ്ടാകാതിരിക്കാൻ സമാധാനത്തോടെ തിരികെ പോയിക്കൊള്ളുക. ദാവീദ് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്തത്? എൻ്റെ യജമാനനായ രാജാവിൻ്റെ ശത്രുക്കൾക്കെതിരായി യുദ്ധത്തിന് പോകാതിരിക്കാൻ മാത്രം അങ്ങയുടെ സന്നിധിയിൽ വന്ന നാൾ മുതൽ ഇന്നുവരെ എന്ത് തെറ്റാണ് അങ്ങ് എന്നിൽ കണ്ടത്? അക്കീഷ് പറഞ്ഞു, നീ എൻ്റെ മുമ്പിൽ ദൈവദൂതനെ പോലെ നിഷ്കളങ്കനാണ്. എന്നാൽ നീ ഞങ്ങളോടൊത്ത് യുദ്ധത്തിന് പോരേണ്ട എന്നാണ് ഫിലിസ്ത്യ സേനാധിപന്മാർ പറയുന്നത്. ആകയാൽ നീ അനുചരന്മാരോടൊത്ത് അതിരാവിലെ വെട്ടം വീഴുമ്പോൾ തന്നെ പോയിക്കൊള്ളുക. അതനുസരിച്ച് ദാവീദ് അനുചരന്മാരോടൊത്ത് ഫിലിസ്ത്യ ദേശത്തേക്ക് മടങ്ങി. ഫിലിസ്ത്യരാകട്ടെ ജസ്രയേലിലേക്കും പോയി. 1 സാമുവേലിൻ്റെ പുസ്തകത്തിനുള്ള വായന 30-ാം അധ്യായം 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അമലേക്യരുമായി യുദ്ധം. ദാവീദും അനുയായികളും 3-ാം ദിവസം സിക്ലാഗിലെത്തിയപ്പോഴേക്കും അമലേക്യർ നെഗേബും സിക്ലാഗും ആക്രമിച്ചു കഴിഞ്ഞിരുന്നു. അവർ സിക്ലാഗ് പിടിച്ചടക്കി അഗ്നിക്കിരയാക്കി. സ്ത്രീകളെയും പ്രായഭേദമന്യേ മറ്റെല്ലാവരെയും തടവുകാരായി പിടിച്ചു കൊണ്ടുപോയി. ആരെയും കൊന്നില്ല. ദാവീദും അനുയായികളും നഗരത്തിലെത്തിയപ്പോൾ അത് അഗ്നിക്കിരയായതായും തങ്ങളുടെ ഭാര്യമാരെയും പുത്രിമാരെയും അടിമകളായി പിടിച്ചു കൊണ്ടുപോയതായും കണ്ടു. ദാവീദും അനുയായികളും ശക്തി കെടുന്നതുവരെ കരഞ്ഞു. ദാവീദിൻ്റെ ഭാര്യമാരായ ജസ്രയേലിക്കാരി അഹിനോവാമും നാബാലിൻ്റെ വിധവ കാർമലിൽ നിന്നുള്ള അബിഗായിലും തടവുകാരായി പിടിക്കപ്പെട്ടിരുന്നു. ദാവീദ് അത്യധികം ദുഃഖിതനായി. തങ്ങളുടെ പുത്രിപുത്രന്മാരെ ഓർത്ത് കടുത്ത അമർഷമുണ്ടായതുകൊണ്ട് അവന് കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. എന്നാൽ അവൻ തൻ്റെ ദൈവമായ കർത്താവിൽ ശരണം വെച്ചു. ദാവീദ് അഹിമെലേക്കിൻ്റെ മകനും പുരോഹിതനുമായ അബിയാദറിനോട് പറഞ്ഞു, എഫോദ് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. അബിയാദർ അത് കൊണ്ടുവന്നു. ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു, ഞാൻ കവർച്ചക്കാരെ പിന്തുടരണമോ? ഞാൻ അവരെ പിടികൂടുമോ? കർത്താവ് അരുളിച്ചെയ്തു, പിന്തുടരുക. തീർച്ചയായും നീ അവരെ പിടികൂടി സകലരെയും വീണ്ടെടുക്കും. ദാവീദ് തൻ്റെ 600 അനുചരന്മാരോട് കൂടി ബസോർ നീർച്ചാലിനടുത്തെത്തി. കുറേ പേർ അവിടെ തങ്ങി. ദാവീദ് 400 പേരോടൊത്ത് മുന്നേറി. 200 പേർ ക്ഷീണിച്ചവശരായി ബസോർ അരുവി കടക്കാനാവാതെ അവിടെ തങ്ങി. അവർ ഈജിപ്തുകാരനെ വെളിമ്പ്രദേശത്ത് കണ്ടു. അവനെ ദാവീദിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവർ കൊടുത്ത അപ്പം അവൻ ഭക്ഷിച്ചു. കുടിക്കാൻ വെള്ളവും അത്തിപ്പഴം കൊണ്ടുള്ള ഒരു കഷ്ണം അടയും 2 കുല ഉണക്കമുന്തിരിയും അവന് കൊടുത്തു. ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവന് ഉണർവുണ്ടായി.
3 രാത്രിയും പകലും അവൻ ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. ദാവീദ് അവനോട് ചോദിച്ചു, നീ ആരാണ്? എവിടെ നിന്ന് വരുന്നു? അവൻ പ്രതിവചിച്ചു, ഒരു അമലേക്കിൻ്റെ വേലക്കാരനായ ഈജിപ്തുകാരനാണ് ഞാൻ. 3 ദിവസം മുമ്പ് എനിക്കൊരു രോഗം പിടിപെട്ടതിനാൽ യജമാനൻ എന്നെ ഉപേക്ഷിച്ചു. തങ്ങൾ ക്രേത്യരുടെ തെക്കുഭാഗവും ആക്രമിച്ചു. സിക്ലാഗ് തീവച്ച് നശിപ്പിച്ചു. ദാവീദ് അവനോട് ചോദിച്ചു, ആ സംഘത്തിൻ്റെ അടുക്കലേക്ക് നിനക്ക് എന്നെ കൊണ്ടുപോകാമോ? അവൻ പറഞ്ഞു, അങ്ങ് എന്നെ കൊല്ലുകയില്ലെന്നും എൻ്റെ യജമാനൻ്റെ കയ്യിൽ എന്നെ ഏൽപ്പിക്കുകയില്ലെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്താൽ ഞാൻ അങ്ങയെ ആ സംഘത്തിൻ്റെ അടുക്കൽ എത്തിക്കാം. അവൻ ദാവീദിനെ കൂട്ടിക്കൊണ്ട് ചെല്ലുമ്പോൾ അവർ തിന്നും കുടിച്ചും നൃത്തം ചെയ്തും ആ പ്രദേശത്തെല്ലാം വിഹരിക്കുകയായിരുന്നു. അവർ ഫിലിസ്ത്യ ദേശത്തു നിന്നും യൂദായുടെ പ്രദേശത്തു നിന്നും ധാരാളം കൊള്ളവസ്തുക്കൾ തട്ടിയെടുത്തിരുന്നു. അന്ന് സന്ധ്യ മുതൽ പിറ്റേന്നാൾ സന്ധ്യ വരെ ദാവീദ് അവരെ കൊന്നൊടുക്കി. ഒട്ടകങ്ങളുടെ മേൽ കയറി ഓടിപ്പോയ 400 പേരൊഴികെ മറ്റാരും രക്ഷപ്പെട്ടില്ല. അമലേക്യർ തട്ടിയെടുത്തതെല്ലാം ദാവീദ് വീണ്ടെടുത്തു. തൻ്റെ 2 ഭാര്യമാരെയും രക്ഷപ്പെടുത്തി. അവർ അപഹരിച്ചതൊന്നും പുത്രന്മാരോ പുത്രിമാരോ ചെറുതോ വലുതോ ആയ മറ്റു വസ്തുക്കളോ ദാവീദിന് നഷ്ടപ്പെട്ടില്ല. അവനെല്ലാം വീണ്ടെടുത്തു. ആടുമാടുകളെയെല്ലാം അവൻ മുമ്പിൽ വിട്ടു. ഇവ ദാവീദിൻ്റെ കൊള്ളവസ്തുക്കൾ എന്ന് അവയെ തെളിയിച്ചിരുന്നവർ പറഞ്ഞു. ഇവ ദാവീദിൻ്റെ കൊള്ളവസ്തുക്കൾ എന്ന് അവയെ തെളിച്ചവർ ഇരുന്നവർ പറഞ്ഞു. തൻ്റെ കൂടെ പോരാൻ സാധിക്കാതെ ക്ഷീണിച്ചവശരായി ബസോർ നീർച്ചാലിനടുത്ത് താമസിച്ചിരുന്ന 200 പേരുടെ അടുക്കലേക്ക് ദാവീദ് ചെന്നു. അവർ അവനെയും അവൻ്റെ കൂടെ പോയിരുന്നവരെയും എതിരേൽക്കാൻ ഇറങ്ങിച്ചെന്നു. ദാവീദ് അടുത്ത് ചെന്ന് അവരെ അഭിവാദനം ചെയ്തു. ദാവീദിനോടൊപ്പം പോയിരുന്നവരിൽ ദുഷ്ടരും നീചരുമായവർ പറഞ്ഞു, അവർ നമ്മോടൊത്ത് പോരാതിരുന്നതിനാൽ നാം വീണ്ടെടുത്ത കൊള്ളവസ്തുക്കളിൽ ഒന്നും അവർക്ക് കൊടുക്കരുത്. ഓരോരുത്തരും ഭാര്യയെയും മക്കളെയും കൂട്ടിക്കൊണ്ടു പോയിക്കൊള്ളട്ടെ. അപ്പോൾ ദാവീദ് പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കൊള്ളക്കാരായ ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷിച്ച് അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്ന കർത്താവിൻ്റെ ദാനങ്ങളാണിവ. ഈ കാര്യത്തിൽ നിങ്ങളുടെ വാക്കുകൾ ആര് കേൾക്കും? യുദ്ധത്തിന് പോകുന്നവൻ്റെയും ഭാണ്ഡം സൂക്ഷിക്കേണ്ടവയും ഓഹരി സമമായിരിക്കണം. അന്നു മുതൽ ഇന്നു വരെ ഇസ്രായേലിൽ ഇതൊരു ചട്ടവും നിയമവുമായി തീർന്നു. ദാവീദ് സിക്ലാക്കിലെത്തി. കൊള്ളവസ്തുക്കളിൽ ഒരു ഭാഗം തൻ്റെ സുഹൃത്തുക്കളായ യൂദായിലെ ശ്രേഷ്ഠന്മാർക്ക് കൊടുത്തയച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവിൻ്റെ ശത്രുക്കളെ കൊള്ളയടിച്ചതിൽ നിന്ന് ഇതാ നിങ്ങൾക്ക് ഒരു സമ്മാനം. ബദേൽ, നെഗേബിലെ റാമോത്ത്, യത്തീർ എന്നിവിടങ്ങളിലുള്ള എല്ലാവർക്കും, അരോവർ, സിഫ്മോത്ത്, എഷ്തെമോവ, റാക്കൽ, ജറാമിലരുടെയും കേന്യരുടെയും പട്ടണങ്ങൾ, ഹോർമ, ബൊരാഷൻ, അത്താക്ക്, ഹെബ്രോൺ എന്നിങ്ങനെ ദാവീദും അവൻ്റെ ആളുകളും ചുറ്റിത്തിരിഞ്ഞ സ്ഥലങ്ങളിലുള്ള എല്ലാവർക്കും ഓരോ ഭാഗം കൊടുത്തയച്ചു. 1 സാമുവേലിൻ്റെ പുസ്തകത്തിനുള്ള വായന 31-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. സാവൂളിൻ്റെയും പുത്രന്മാരുടെയും മരണം. ഫിലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഇസ്രായേലർ ഫിലിസ്ത്യരോട് തോറ്റോടി. ഗിൽബോവാക്കുന്നിൽ മരിച്ചു വീണു. ഫിലിസ്ത്യർ സാവൂളിനെയും പുത്രന്മാരെയും അനുധാവനം ചെയ്ത് അവൻ്റെ പുത്രന്മാരായ ജോനാഥനെയും അബിനാദാബിനെയും മൽക്കിഷുവായെയും വധിച്ചു. സാവൂളിന് ചുറ്റും ഉഗ്രമായ പോരാട്ടം നടന്നു. വില്ലാളികൾ അവൻ്റെ രക്ഷാനിര ഭേദിച്ച് അവനെ മാരകമായി മുറിവേൽപ്പിച്ചു. സാവൂൾ തൻ്റെ ആയുധവാഹകനോട് പറഞ്ഞു, ഈ അപരിച്ഛേദിതർ എന്നെ അപമാനിക്കുകയും കുത്തിക്കൊല്ലുകയും ചെയ്യാതിരിക്കേണ്ടതിന് വാൾ ഊരി എന്നെ കൊല്ലുക. പക്ഷെ അവൻ അത് ചെയ്തില്ല. അവൻ അത്യധികം ഭയപ്പെട്ടിരുന്നു. അതിനാൽ സാവൂൾ സ്വന്തം വാളിന്മേൽ വീണു മരിച്ചു. സാവൂൾ മരിച്ചെന്ന് കണ്ടപ്പോൾ ആയുധവാഹകനും തൻ്റെ വാളിന്മേൽ വീണ് അവനോടൊത്ത് മരിച്ചു. ഇങ്ങനെ സാവൂളും 3 പുത്രന്മാരും ആയുധവാഹകനും
മറ്റാളുകളും അന്ന് ഒന്നിച്ചു മരിച്ചു. താഴ്വരയുടെ അപ്പുറത്തും ജോർദാൻ്റെ അക്കരെയും ഉണ്ടായിരുന്ന ഇസ്രായേലർ തങ്ങളുടെ ആളുകൾ ഓടിപ്പോയെന്നും സാവുളും പുത്രന്മാരും മരിച്ചെന്നും കണ്ടപ്പോൾ നഗരങ്ങൾ വിട്ടു ഓടിപ്പോയി. ഫിലിസ്ത്യർ വന്ന് അവിടെ താമസം തുടങ്ങുകയും ചെയ്തു. കൊല്ലപ്പെട്ടവരുടെ വസ്ത്രമുരിയാൻ ഫിലിസ്ത്യർ പിറ്റേ ദിവസം വന്നപ്പോൾ സാവുളും പുത്രന്മാരും ഗിൽബോവ കുന്നിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു. അവർ അവൻ്റെ തലവെട്ടി ആയുധങ്ങൾ അഴിച്ചെടുത്തു. ഫിലിസ്ത്യ രാജ്യത്തൊട്ടാകെ തങ്ങളുടെ വിഗ്രഹങ്ങളോടും ജനങ്ങളോടും ഈ സദ്വാർത്ത അറിയിക്കാൻ ദൂതന്മാരെ അയച്ചു. സാവൂളിൻ്റെ ആയുധം അവർ അഷ്താരത്തെ ദേവതകളുടെ ക്ഷേത്രത്തിൽ വെച്ചു. അവൻ്റെ ശരീരം ബത്ഷാൻ്റെ ഭിത്തിയിൽ കെട്ടിത്തൂക്കി. ഫിലിസ്ത്യർ സാവൂളിനോട് ചെയ്തത് യാബേഷ് ഗിലെയാദ് നിവാസികൾ കേട്ടപ്പോൾ യുദ്ധവീരന്മാർ രാത്രി മുഴുവൻ സഞ്ചരിച്ച് ബത്ഷാൻ്റെ ഭിത്തിയിൽ നിന്ന് സാവൂളിൻ്റെയും പുത്രന്മാരുടെയും ശരീരമെടുത്ത് യാബേഷിൽ കൊണ്ടുവന്നു ദഹിപ്പിച്ചു. അവരുടെ അസ്ഥികൾ യാബേഷിലെ പിച്ചുല വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ സംസ്കരിച്ചു. അവർ 7 ദിവസം ഉപവസിച്ചു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി.